യേശുവെന്ന് ഒരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ എന്താ വിചാരിച്ച യഹോവയെ പറ്റി വിചാരിച്ചത് എന്താ? പ്രാർത്ഥന കേട്ട് വഴികളെ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രാർത്ഥന കേട്ട് വഴികളെ അത്ഭുതകരമായി തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷയറ്റ്, പ്രത്യാശയറ്റ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ചലനമില്ലല്ലോ, എന്താ ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് പോകുന്ന രീതിയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വിടുതല് ഇന്ന് നിന്റെ മേലെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് സ്പർശിക്കട്ടെ. ബൈബിൾ കണ്ട വലിയ വിടുതലിന്റെ അനേകം എക്സാമ്പിൾ ഉണ്ട്. ഉൽപ്പത്തി, പുറപ്പാട് ഒക്കെ നമ്മൾ വായിക്ക് മനസ്സിലാക്കും. എന്നാൽ പുറപ്പാട് പുസ്തകത്തില് 14-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം വഴിയെ തുറക്കുന്ന ഒരു ദൈവം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ശത്രു പുറകെ വന്നോണ്ടിരിക്കുക, മുൻപിൽ ചെങ്കടല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അനുദിനം പ്രശ്നങ്ങൾ ഇങ്ങനെ പുറകെ നിന്ന് വന്നോണ്ടിരിക്കുക. മുൻപിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ഇനി എന്തു ചെയ്യും? പുറകിൽ നിന്ന് ശത്രു സൈന്യം വരുമ്പോൾ മോശയോട് ചോദിക്കട്ടെ, മോശേ, മരുഭൂമി ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ കൊല്ലിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അതായത് പ്രത്യാശറ്റവൻ അങ്ങനെ പെറുവിർത്ത് പറഞ്ഞു പോകും, ഇനി എനിക്ക് എന്തുണ്ട്, എങ്ങനെ ഞാൻ തുറക്കും, എങ്ങനെ ഒരു വിടുതൽ ലഭിക്കും? ആശയറ്റവരുടെ പെറുവിറുപ്പാണ് അവിടെ കേട്ടത്. എന്നാൽ ഈ മോശ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അവിടെയാണ് ആത്മീയ ഗുരുക്കന്മാരുടെ, കർത്താവിന്റെ ദാസന്മാരുടെ, ദൈവത്തിന്റെ അഭിഷിക്തരുടെ ഒരു ആശ്വാസം അവിടെ കാണുന്നത്. മോശ അവരോട് പറഞ്ഞു, ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസമാ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇന്നൊന്ന് ഏറ്റെടുത്ത്, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രിയാണ്. ഇന്നൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വിടുതൽ ഇറങ്ങട്ടെ. ഇത് നിനക്ക് യുദ്ധം ചെയ്യുന്ന രാത്രി ദൈവം തന്നിരിക്കുകയാണ്. യേശു നിനക്കായി യുദ്ധം ചെയ്യുന്ന ഒരു രാത്രി. ഹല്ലേലൂയ. കർത്താവിനെ നിന്നെ വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി നിനക്കായി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്റെ തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരും. മോശയോട് പറഞ്ഞു, മോശേ, നീ എന്തിനാ കരയുന്നേ? നീ മുന്നോട്ട് നടക്ക, മുന്നോട്ടേ പോകാവോളൂ. എങ്ങോട്ട് പോകണം? മുന്നോട്ട് തന്നെ പോകണം. നിന്റെ തടഞ്ഞു വെക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ നീ മുന്നോട്ട് തന്നെ പോകണം. നീ പിന്തിരിഞ്ഞ് നോക്കരുത്, നിരത്തരുത്, പ്രാർത്ഥന ഉപേക്ഷിച്ച് പോകരുത്, വഴി തുറന്നോണം. ഹല്ലേലൂയ. യേശു മോശ ഒരു എക്സാമ്പിൾ. അതായത് നിന്റെ വിഷയം വലുതാ. അനുനിമിഷം രാത്രി ചെങ്കടലിന്റെ മുമ്പിലാണ് ഇവിടെ ഈ കൂട്ടത്തിൽ പലരും. എങ്ങോട്ട് പോകണം, എന്താണ് പ്രതിസന്ധിയിൽ നിൽക്കുക, ഇനി എങ്ങോട്ട് ഓടിപ്പോകണം നിനക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി മോശ പറയാണ്, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രിയാണ്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. മോശ, നീ മുന്നോട്ട് തന്നെ പോ. നിന്റെ കയ്യിലെ വടിയെടുത്ത് വീശ്. അതായത് നിന്റെ വിശ്വാസം എടുത്ത് ദൈവത്തിന് മുൻപ് പ്രാർത്ഥിക്കുക. ആ വടിയൊരു വിശ്വാസമാണ്. നിന്റെ ചെങ്കടലാകുന്ന തടസ്സങ്ങളിൽ നിന്ന് പിളരട്ടെ, വഴി തെളിയട്ടെ. വിശ്വാസമാണ് വടിയുണ്ടെങ്കിൽ മാത്രമേ ചെങ്കടൽ പിളരത്തുള്ളൂ. ഓർത്ത് രാത്രി ഓർത്ത് വെച്ച്, ആദ്യം എനിക്ക് എന്റെ മുൻപിലെ തടസ്സങ്ങൾ അഴിഞ്ഞു മാറാൻ ബേസിക് ക്വാളിറ്റി, ആദ്യം എനിക്ക് റിക്വയർമെന്റ് എന്താണ്? ബേസിക് റിക്വയർമെന്റ് ഇതാണ്, ഒരു വിശ്വാസം എനിക്കുണ്ടാകണം. ഇന്ന് രാത്രി എന്റെ വഴികളെ തുറക്കും. അടഞ്ഞു കിടക്കുന്ന വഴികൾ ഇന്ന് രാത്രി തുറക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന നീ നിരാശ നീ വിട്ടു. നീ പ്രാർത്ഥന വർഷങ്ങളായിട്ട് പ്രാർത്ഥന നടപടികൾ നീ വിട്ടു, ഉപേക്ഷ കളഞ്ഞു എങ്കിൽ ഇന്ന് അത് ഏറ്റെടുക്ക്. തളർന്നു പോകാതെ നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയായിട്ട് ഇന്ന് മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ, യേശുവിന്റെ വിടുതൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്കടൽ പിളരട്ടെ. ലോകം കണ്ട വലിയ അത്ഭുതമാണ്. വിചാരിയെ സമ്മതിക്കില്ല, എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. രാത്രി കാറ്റുകൾ അടിച്ച് ചെങ്കടൽ മാറി ഇസ്രായേൽ ജനം വരണ്ട നിലത്തോടെ നടന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. ദൈവം നിനക്ക് വഴി തുറക്കുമെന്നുള്ള സാക്ഷ്യമാണത്. ഹല്ലേലൂയ. അത് ചെയ്ത ദൈവത്തിന് അന്നും ഇന്നും എന്നും ദൈവം യേശു ഒരേ ആൾ തന്നെ. ആ സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ അന്ന് ചെങ്കടൽ പിളർന്ന് തന്നെ മക്കൾക്ക് കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ വിഷയം തുറക്കപ്പെടുന്ന രാത്രിയാണ്. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ വിടുതൽ ഇറങ്ങി വരട്ടെ, യേശുവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. കർത്താവിന്ന് വിടുവിക്കട്ടെ, കർത്താവിന്ന് വിടുവിക്കട്ടെ, കർത്താവിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഞാനായിരിക്കുന്ന ദേശത്ത്, എൻ്റെ നാട്ടില്
ബ്രിട്ടീഷുകാർ പണിതൊരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ ഒരു വലിയ തർക്കം നടക്കുകയാണ്. ആ നാട്ടിലൊരു പ്രമാണിയായ വ്യക്തിക്ക് ഈ ഭാഗത്തു നിന്നുള്ള പണ്ട് മുതലുള്ള അതിൽ നിന്ന് സ്ഥലം വേണം. അങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്നൊരു തർക്കം, അതാണ് വിഷയം. ആ പ്രമാണി ഭാഗത്തിൽ അനേകം കയ്യൂക്കും കാര്യക്കാരുമുള്ള ഒരു ഫാമിലി. ഇപ്പോഴത്തെ കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ, ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അവർക്ക് ഒന്നുമില്ല, അവർക്ക് ആളുമില്ല, ബലവുമില്ല, ഒന്നുമില്ല. ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേൾക്കുന്നൊരു കഥയാണ്, നടന്നൊരു കഥയാണ്, കേട്ടതല്ല, നടന്നൊരു കഥയാണ്. അതിൻ്റെ അനുഭവം ഞാനിങ്ങനെ ഓർക്കുക. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ വിശ്വാസം തുറന്നൊരു സംഭവമാണ്. അതായത് ഒരു രാത്രി ഈ ഭാഗത്തുള്ള ഒരു മതില് ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി വലിയ വലിയ ശക്തരായ വ്യക്തികൾ, ഗുണ്ടാ സംഘങ്ങളൊക്കെ ഇറങ്ങി വന്ന് ആ മതില് പൊളിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവർ കണ്ട ഒരു കാഴ്ചയാണ് പിന്നീട് ഈ വന്ന സംഘങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. രാത്രി വന്ന് അവിടെ തകർക്കാൻ വേണ്ടി വന്നിറങ്ങി വലിയ ആയുധശേഖരമായി വലിയ വലിയ വ്യക്തികൾ വന്നിറങ്ങിയപ്പോൾ കണ്ടത് വലിയ ഒരു കുന്നിന്റെ മുകളിലായി പള്ളി ഇരിക്കുന്നത്. തട്ടുതട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പാറകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവർ നോക്കുമ്പോൾ വെള്ള നിലയങ്കി ധരിച്ച വ്യക്തികൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ പള്ളിക്ക് ചുറ്റിനുമായി നിലനിൽക്കുന്നു. അവർക്ക് മനസ്സിലായില്ല, ആരാന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഭയം അവരുടെ ഉള്ളിൽ വളരാൻ തുടങ്ങി. അടുക്കും തോറും അവർ കാണാൻ തുടങ്ങി ഇത് സാധാരണ വ്യക്തികളല്ല. പലരും ഭയന്ന് നിലവിളിച്ചു. ദൈവദൂതന്മാർ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്ന ദിവസമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സഹായം യഹോവയാ. നിനക്ക് ആൾബലം വേണ്ട, നിനക്ക് ശക്തികൾ വേണ്ട, പണം വേണ്ട. ദൈവം നിന്നെ വിടുവിക്കുന്ന ദിവസമാണ്. ഞാൻ രാവിലെ നോക്കുമ്പോൾ വിശ്വാസികളെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥനയാ. ഞാൻ കുഞ്ഞേറിനെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ സംഭവിച്ചു? അവര് പറഞ്ഞു, നിങ്ങൾ വലുതാകുമ്പോൾ ഇത് പറയണം, നിന്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം രക്ഷിക്കാൻ ഇന്നലെ രാത്രി ഇറങ്ങി വന്ന കഥ അറിയാമോ? ഹല്ലേലൂയ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തു ആയിക്കോട്ടെ, ദൂതന്മാർ നിന്റെ പ്രാർത്ഥന വിഷയത്തിന് മേൽ ഇറങ്ങും. ദൂതന്മാരുടെ പ്രാർത്ഥന വിഷയത്തിന് മേൽ ഇറങ്ങും. ദൈവം ഇറക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളെ സമർപ്പിച്ചെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയാൽ നിറയട്ടെ. പണ്ട് ഇസ്രായേൽ ഇതുപോലെ സംഭവം നടന്ന. ഇസ്രായേലില് വലിയ യുദ്ധം നടക്കുകയാണ്. മക്കബയോസിന്റെ നേതൃത്വത്തിൽ, മക്കബായരുടെ പുസ്തകം നമുക്കറിയാം, അപ്പോക്രിഫായ പുസ്തകം. മക്കബായരുടെ പുസ്തകത്തില് ഒരു സംഭവം പ്രകാരമാണ്. 2 മക്കബയോസ് 10:29 ഞാൻ ഈ പറയുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് കുറച്ച് വ്യക്തികളേ ഉള്ളൂ. മക്കബയോസിന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം എണ്ണമറ്റതാ. സൈന്യങ്ങളെ മക്കബയോസിനോട്, നേതാവിനോട് ചോദിച്ചു, മക്കബയോസേ, ദൈവം പ്രവർത്തിക്കുമോ? നീ നോക്ക്, ശത്രു ഇങ്ങനെ പരന്ന് കിടക്കുക, വല്ലതും പ്രവർത്തിക്കുമോ? മക്കബയോസ് പറഞ്ഞു, ഒന്നൊന്നും പേടിക്കരുത്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന. രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നതിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം, ഞാൻ നിങ്ങളെ നയിച്ചുകൊള്ളാം. നാളെ ഒരു വിടുതൽ സംഭവിക്കും. ദൈവം ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ, അത് സംഭവിച്ചിരിക്കും. അവൻ തന്റെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ ആ കൂട്ടത്തിന്റെ നേതാവ് തന്റെ അണികൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ധൈര്യം പകർന്നു. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം. ശത്രു സൈന്യം പിറ്റോസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മക്കബയോസ് ആൾക്കാർ ചോദിച്ചു, ഒന്നും കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ, വല്ലതും പ്രവർത്തിക്കുക. മക്കബയോസ് മിണ്ടണ്ട, പ്രാർത്ഥിച്ചോ, ദൈവം കേട്ടോളും. വീണ്ടും ശത്രു അടുത്ത് വരുന്നു, അവരാകുലപ്പെടുന്നു. മക്കബയോസേ, വല്ലതും നടപടി ഉണ്ടാവുമോ? ആണ്ട സൈന്യം അടുത്തുകൊണ്ടിരിക്കുന്നു. മക്കബയോസ് പ്രാർത്ഥിക്ക്. സൈന്യം അടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. ആകാശം അങ്ങോട്ട് കീറി, സ്വർണ്ണ കടിഞ്ഞാണിട്ട കുതിരകൾ ആകാശത്ത് ഇറങ്ങി വന്നു. അത് ആൾക്കാർ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. അവർ യുദ്ധത്തെ നയിക്കുന്നു, യുദ്ധം ഏറ്റെടുക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയങ്ങളുണ്ട്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയങ്ങളുണ്ട്. രാത്രി ഏറ്റെടുത്തിട്ട് എന്റെ വിഷയം കർത്താവേ നിന്റെ കരങ്ങളെ സമർപ്പിക്കുകയാണ്. നീ ഏറ്റെടുക്കണം. നിന്റെ ശക്തി ഇറങ്ങണം. നിന്റെ വിടുതൽ അനുഭവപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. പണ്ടൊരു ലേഡി, അവള് സൗദിയിലെ നേഴ്സാ. അവളുടെ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളായിട്ട് ഭയങ്കര പ്രാർത്ഥന, ആത്മീയ എരിവ് അവളുടെ ഉള്ളില്. അവളെ രഹസ്യത്തിൽ മുറിയൊക്കെ അടച്ച് തന്റെ ഹോസ്റ്റൽ റൂമിലെ പെമ്പിള്ളാരൊക്കെ വിളിച്ചിട്ട്, അവിടുത്തെ മിനിസ്റ്ററിലെ നേഴ്സായിരുന്നു,
തന്റെ റൂമിലെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട്, പെൺകുട്ടികളെല്ലാം വിളിച്ചിട്ട് കഥകടച്ച് വാതിലടച്ച് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ അന്തരീക്ഷമൊക്കെ റൂമിനകത്ത് ഒരുക്കിയിട്ടാണ് ഇവരുടെ കൂട്ടായ്മ സൗദി നടക്കുന്നത്. CID-കൾ ഈ വിവരം അറിഞ്ഞു. ഇന്ന വീട്ടിൽ ഇന്ന റൂമിൽ സ്ഥിരമായി പതിവായി പ്രാർത്ഥന കൂട്ടായ്മ നടക്കുന്നുണ്ട്. സൗദിയിലെ രഹസ്യ പോലീസ് ഇവളുടെ റൂമിലെത്തി. ഇവളെ വാതിൽ തുറന്നപ്പോ പ്രാർത്ഥന നടക്കുക. സ്വാഭാവികമായും പോലീസുകാർ, ആ സൗദി പോലീസുകാർ ആ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടിയെ. അവൾ നല്ല മിടുക്കിയാണ്. ഒരു നിർധന ഫാമിലിയിൽ നിന്ന് ചെന്ന വ്യക്തിയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്താം. സൗദിയിൽ നേഴ്സായിട്ട് ജോലി ലഭിച്ചു. അങ്ങനെ കുറെ സ്വപ്നങ്ങൾ ബാക്കി നിൽക്കെ അവളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. സൗദി പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവൾക്ക് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും നഷ്ടപ്പെട്ടു. നമുക്കറിയാം ജയിലിലായുള്ള അവസ്ഥ. ഒരു ലേഡി ആയതുകൊണ്ട് അവർ വേറൊന്നും ചെയ്തില്ല. അവളുടെ തലമുടി മുഴുവൻ മുട്ടയടിച്ച് പുള്ളി കുത്തി അവളെ അതിൽ നടത്തിച്ച് അപമാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് കയറ്റിവിട്ട് ജോലിയുടേതായ ഒരു അംഗീകാരം കിട്ടില്ല. കാരണം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നവരാ. കൂട്ടുകാർ പോലും റൂമിൽ കയറ്റിയില്ല. തൻ്റെ ആയ ജോലി നഷ്ടപ്പെട്ട, ഒന്നുമില്ല, ഒരു അംഗീകാരമില്ല. തിരിച്ച് റിട്ടേൺ അവൾ നാട്ടിൽ വന്ന് ഇറങ്ങി. കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവളെ റിസീവ് ചെയ്യാൻ അവളുടെ വീട്ടുകാർ പോലും അറിയില്ല. ഇവള് ജയിലിലായിരുന്ന വിവരമൊക്കെ നാട്ടിലെത്തി. അവളുടെ വീട്ടുകാർ പോലും അവളെ റിസീവ് ചെയ്യാൻ വന്നില്ല. ആകെ ആരോ ഒരു അങ്കിൾ ആരെ വിളിച്ചു, ആരും വന്നില്ല. പൈസ ഇല്ല കയ്യിൽ, കയറ്റിവിട്ടതല്ലേ. എവിടെന്നോ ഒരു വണ്ടി വിളിച്ച്, വാടകയ്ക്ക് വണ്ടി വിളിച്ച് വീട്ടിലെത്തി നാട്ടുകാരെല്ലാം പൈസ വിരിച്ച് വണ്ടിക്കാശും കൊടുത്ത് പറഞ്ഞിട്ട് ആരുമില്ല. വീട്ടിലും എൻ്റെ മകളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞ അമ്മ മൈൻഡ് ചെയ്തില്ല. യേശുവിന് വേണ്ടി സംസാരിച്ചത് അവൾ ചെയ്ത തെറ്റ്. അമ്മയ്ക്ക് വേണ്ട, സ്വന്തക്കാർക്ക് വേണ്ട, കൂടെ ജോലി ചെയ്ത, കൂടെ പ്രാർത്ഥനയ്ക്കിരുന്ന ആൾക്കാർക്ക് വേണ്ട. കാരണം അവർ ചേർത്ത് അവരുടെയും പണി പോകും. ഒറ്റപ്പെടലിന്റെ അവസ്ഥ. ഒരു റൂമിൽ കയറി രാത്രി കരഞ്ഞ് അവളുടെ നാളുകൾ നീക്കി. അമ്മ പറഞ്ഞു, നീ കടം വാങ്ങി കുടുംബത്തെ മുടിപ്പിക്കാൻ പോയുള്ള എല്ലാം നശിപ്പിച്ചിട്ട് ദേ വന്നേക്കുന്നു. എല്ലാരും തള്ളിക്കളഞ്ഞ, ആരും ഇല്ലാത്തവർക്ക് സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 10-ാം വാക്യം, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ആര് കൈവിട്ടാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ആമേൻ. ഇന്ന് രാത്രിന്റെ പ്രത്യാശ ആ ദൈവത്തില. ആര് നിന്നെ കൈവിട്ടോട്ടെ, നിനക്ക് ആരുടെ വേണ്ട. ശുഭ്രൻ എപ്പോഴും പറയാറുണ്ട്, എടാ മനുഷ്യരുടെ മാത്രം നീ ആഗ്രഹിക്കരുത്, ദൈവം അംഗീകരിച്ചോണം. മതി, ദൈവത്തിന്റെ അംഗീകാരം മതിയില്ലേ നമുക്ക്? മനുഷ്യന്റെ അംഗീകാരം വേണ്ട. കാരണം അവൻ ഇങ്ങനെ മാറി കളിക്കും. നിനക്കൊരു കൊറോണ വന്നാൽ നിന്റെ അടുത്ത് വന്ന് നിൽക്കത്തില്ല, വീട്ടുകാർ പോലും ഉപേക്ഷിക്കും. എന്നാൽ ദൈവം നിന്നെ വിട്ടു മാറത്തില്ല. ആ ഒറ്റയ്ക്ക് അവളെ മുറിയിലിരുന്ന് ആ പെൺകുട്ടി രാത്രികൾ അവളെ കരഞ്ഞ് അവളുടെ കണ്ണുനീര് വറ്റി. കരയാനൊന്നുമില്ല, ഒരു ആശ്വാസം. അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ ഒരു പ്രാർത്ഥന നേതാവ്, ലീഡർ അവിടെ വരും. അദ്ദേഹത്തോടെ എന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. ഒന്നേ പറയുള്ളൂ, നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്ക്, നിരന്തരം നീ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് എടുക്കാം. The Gospel of Matthew. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഉറക്കെ വായിച്ചു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന യവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. അന്വേഷിക്കും, നിങ്ങളത് കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടും. ഇതാണ് അവളോട് പറഞ്ഞ ആശ്വാസവാക്ക്. നീ ചോദിക്ക്, നീ മുട്ട്, നീ അന്വേഷിക്ക്. നിന്റെ വാതിൽ തുറക്കട്ടെ. വീട്ടുകാര് തള്ളി, നാട്ടുകാർക്ക് വേണ്ട, തലമുടിയില്ല, തലയിലൊരു കറുത്ത ഷാളോട്ട് നടക്കുന്ന മൊട്ടടിച്ചേക്കുക. ശിക്ഷ, ശരീരത്തിൽ ശിക്ഷയുടെ അടയാളം, മനസ്സിന് ശിക്ഷയുടെ മുറിവുകൾ. സ്വന്തം വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടു. സ്വന്തക്കാർക്ക് വേണ്ട, ബന്ധുക്കാർക്ക് വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഇരിക്കെ പത്രത്തിലൊരു അഡ്വർടൈസ്മെന്റ്. യുണൈറ്റഡ് കിങ്ഡം, UK-യിലെ രാജ്ഞിയുടെ പേരിലുള്ള പ്രിൻസസിന്റെ
രാജ്ഞിയുടെ എലിസബത്ത് രാജ്ഞിയുടെ പേരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സുമാരെ ആവശ്യമുണ്ട്. ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. 3 വേക്കൻസി, ഉയർന്ന സാലറി, വലിയ നിലവാരം, 3 വേക്കൻസി. ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് അവള് പറഞ്ഞു 3 വേക്കൻസി ഉള്ളൂ, ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ആ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, ഇല്ല, പ്രാർത്ഥിക്ക്, നിരന്തരം മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്, ഒരു വിടുതലിറങ്ങട്ടെ, ചോദിക്ക്, നിങ്ങൾക്ക് ലഭിക്കും. ഓ, സ്തോത്രം ചെയ്യുന്നു. ഡൽഹിയിൽ ഇന്റർവ്യൂവിന് അവള് പോയി ഇരിക്കുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് ഓരോ വ്യക്തികൾ ഇങ്ങനെ അകത്തേക്ക് കയറുന്നു, ഇറങ്ങി വരുന്നു. ഞാൻ ചുരുക്കട്ടെ, ഓരോരുത്തർ പറയുമ്പോൾ അവർ ദേഷ്യപ്പെട്ട പറഞ്ഞു, എന്തിനാ ഇവർ ഈ ഇന്റർവ്യൂ നടത്തുന്നത്? എന്തിന്റെ ആവശ്യം എന്താ? കാരണം എന്താ? ഇവര് വെറുതെ നമ്മളെ അവഹേളിക്കാൻ വരും. ഇവർക്ക് ആൾക്കാരെ വേണ്ട. ഇങ്ങനെ കയറുന്നവരെല്ലാം ദേഷ്യപ്പെട്ടിറങ്ങി വരുന്നു. ഇവർക്ക് ആൾക്കാരെ വേക്കൻസി ഒന്നും വേണ്ട, ഇവർ നമ്മളെ അവമാനിക്കാനാണ്. എന്നാൽ അടുത്ത ചാൻസ്, ലാസ്റ്റ് ചാൻസ്, ഇവള് കയറി ചെന്നപ്പോൾ ആ ഇന്റർവ്യൂ ആയ ഭയങ്കര ഹാർഷായ ഒരു ലേഡി, ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു ലേഡി, അവള് ചോദിച്ചു, വന്നിരുന്നതേ ഉള്ളൂ, അവള് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ സ്കാർഫ് ഇട്ടേക്കുന്നത്? അവളിങ്ങനെ ആ ഷാളിങ്ങനെ മാറ്റിയപ്പോൾ മൊട്ടത്തല. അവൾ പറഞ്ഞു, ഈ മൊട്ടത്തല എങ്ങനെ സംഭവിച്ചെന്നറിയാവോ? സൗദിയിൽ നടന്ന ആ സംഭവം അവൾ മുഴുവൻ അവിടെ വിവരിച്ചു. ആ ലേഡി രണ്ടാമത് നോക്കിയിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്തിട്ട് കൈ കൊടുത്തു. യേശുവിന് വേണ്ടി ഇത്രയും ചെയ്ത നീ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി ഡെഡിക്കേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. യു ആർ അപ്പോയിന്റഡ്. ഇന്ന് അവൾ UK ഇരിക്കുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്നു. പ്രാർത്ഥിച്ചവന് തുറക്കപ്പെടും, പ്രാർത്ഥിച്ചവന്റെ വാതിൽ തുറക്കും. ഒരു വിടുതൽ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നോബി ബ്രദർ ഉണ്ടല്ലോ, ദുബായ് താമസിക്കുന്ന നോബി ബ്രദർ, മൂത്തൊരു കുഞ്ഞ് ജനിച്ചു. രണ്ടാമത് വീണ്ടും പ്രഗ്നൻസി ആയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ അത് ഒരു കുട്ടിയല്ല, 3 ട്രിപ്ലറ്റ്സ് ആണ്. ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ റെഡ്യൂസ് ചെയ്യണം, കുഞ്ഞിനെ കുറയ്ക്കണം, ഇത് ജീവിക്കത്തില്ല, കുഞ്ഞുങ്ങളെ നശിപ്പിക്കണം. നോബിയർ പറഞ്ഞു, ഇല്ല, എന്റെ ദൈവം തന്നതാണെങ്കിൽ അവൻ വളർത്തിക്കോളും, എന്റെ ദൈവം തന്നതാണെങ്കിൽ വളർത്തിക്കോളും. അവൻ പ്രാർത്ഥന തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം 4 നിരന്നിരിക്കുന്നത്. ഞങ്ങൾ പറയും നോബി ഗോത്രമാണെന്ന് പറയും. ദൈവത്തിന്റെ ദൂത് നിനക്ക് നടത്തിപ്പുണ്ടെങ്കിൽ ലോകം പറയും കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ കൈവയ്ക്ക് 3 ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിന്റെ മേലൊരു വിടുതലിറങ്ങട്ടെ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. വെളിപാട് പുസ്തകം 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തൊരു വാതിൽ യേശു തുറക്കുകയാ. ഹല്ലേലൂയ. തന്റെ വിശ്വസിക്കുന്നവരുടെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത ഒരു വാതിൽ, തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. വഴികളെ ഇന്ന് രാത്രി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിടുതൽ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തെ നമുക്ക് സ്വരമൊയ്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വൻ വിടുതൽ ഇറങ്ങി വരട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു. 1 കൊരിന്ത്യർ 16:9 കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കാം. 1 കൊരിന്ത്യർ 16:9 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു, പ്രവർത്തനത്തിനായി ദൈവം തുറന്നു തന്നേക്കുക. ഇതിനെന്താ കാണിക്കുന്നത്? ദൈവം നിന്റെ വഴികളെ തുറക്കുമെന്ന് അപ്പോസ്തലൻ ഇവിടെ സാക്ഷ്യം പറയുക. ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ.